ഓക്കെ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വിചാരിച്ചു. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് ഇങ്ങനെ ഒരു ഇഫ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇഫ് സ്റ്റേറ്റ്മെന്റിനെ എങ്ങനെ നമ്മുടെ കണ്ടീഷണൽ ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യിക്കാം എന്നാണ്. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നെങ്കിൽ നമ്മൾ ആദ്യമേ ഇഫ് സ്റ്റേറ്റ്മെന്റിന്റെ ഒരു സപ്പോസ് ഒരു ഇഫ് equal to 3, equal to 3 എന്നാണെങ്കിൽ ട്രൂ എന്ന് പ്രിന്റ് ചെയ്യുന്നു, എൽസ് ഫാൾസ് എന്ന് പ്രിന്റ് ചെയ്യുന്നു. ഇതിനെങ്ങനെയാണ് നമ്മൾ കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് വെച്ച് പ്രിന്റ് ചെയ്യുന്നത്? ആദ്യമേ നമ്മൾ കണ്ടീഷൻ കൊടുക്കുക, equal to 3 എന്നുള്ള കണ്ടീഷൻ കൊടുക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ മാർക്ക്, ദെൻ ഏതാണ് പ്രിന്റ് ചെയ്യുക? ട്രൂ എന്നാണെങ്കിൽ ട്രൂ എന്നുള്ള ഇത് പ്രിന്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, പ്രിന്റ് ചെയ്യുന്നു, ഫാൾസ് കൊടുക്കുന്നു. ഇതിന്റെ മീനിങ് എന്താണ്? equal to 3 ആണെങ്കിൽ ഈ ബ്ലോക്ക് വർക്ക് ചെയ്യും, ഓക്കെ, എൽസ് ഈ കോളം കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് ബ്ലോക്ക് വർക്ക് ചെയ്യും. ഇതല്ലേ ഇതിന്റെ മീനിങ്. ഓക്കെ, ഈ ഒരു നോളജ് നല്ലപോലെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റും. നോക്കാം. അപ്പോൾ ആദ്യമേ ചോദിച്ചിരുന്നത് ഈ ഫസ്റ്റ് ചെക്ക്. അപ്പൊ ഇതിന് നമ്മൾ ഇഫ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതൊരു ഇഫ്, ഓക്കെ, അതിനൊരു എൽസ് പാർട്ട്. ഈ ഇഫിന്റെ ആണ് എൽസ്. ഓക്കെ, ഈ എൽസിനകത്ത് കയറി കഴിഞ്ഞാൽ എഗെയിൻ നമുക്ക് എന്തുണ്ട്? ഒരു ഇഫും ഉണ്ട്, അതിനൊരു എൽസ് പാർട്ടും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിനാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ എന്താ ഫസ്റ്റ് കണ്ടീഷൻ ഞാൻ എടുക്കുകയാണ്, ഫസ്റ്റ് ചെക്ക്. ഞാൻ എഴുതാണ് ഫസ്റ്റ് ചെക്ക്. ഫസ്റ്റ് ചെക്ക് ബ്രാക്കറ്റ് ഇട്ടു, ക്വസ്റ്റ്യൻ മാർക്ക്, ഓക്കെ, കോളൻ. ഇത് ട്രൂ ആണെങ്കിൽ എന്താ പ്രിന്റ് ചെയ്യേണ്ടത്? എക്സസ് ഡിനൈഡ് എന്നുള്ളത് പ്രിന്റ് ചെയ്യണം. അപ്പൊ ഞാൻ എക്സസ് ഡിനൈഡ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്യുന്നതായിട്ട് ഇവിടെ എഴുതുക. ഓക്കെ, പ്രിന്റ് എഫിനകത്ത് ഓർ പ്രിന്റ് എഫ് ഇവിടെ കൊടുത്തിട്ടില്ല, സോ ഡബിൾ കോട്സിനകത്ത് അതുപോലെ കൊടുക്കുക, എക്സസ് ഡിനൈഡ്. ഓക്കെ, ക്വസ്റ്റ്യൻ മാർക്ക് മാത്രമേ ഉള്ളൂ, കോളൻ അവിടെ ഇല്ല, ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു. എന്നിട്ട് നമുക്ക് ട്രൂ ആണുള്ള കണ്ടന്റ് എഴുതി. ഇനി ഫോൾസ് ആണെങ്കിൽ ഉള്ള പോർഷൻ ആണ് എന്ത്? കോളൻ കഴിഞ്ഞിട്ട് വരേണ്ടത്. ഫോൾസ് ആണെങ്കിൽ ഇവിടെ നമുക്ക് ഒറ്റ കണ്ടന്റ് അല്ല, ഇവിടെ നമുക്ക് വീണ്ടും എന്താണ് എഴുതിയിരിക്കുന്നത്? ഇഫ് എൽസ് ആണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ വീണ്ടും എന്ത് ഉപയോഗിക്കുക? കണ്ടീഷൻ ഓപ്പറേറ്റർ യൂസ് ചെയ്യുക. ഇത് ഇങ്ങോട്ട് എഴുതേണ്ടത് സൈഡിലോട്ട് എഴുതുന്നത് മാത്രം. സെക്കൻഡ് ചെക്ക് കണ്ടീഷൻ കൊടുത്തു, ഓക്കെ, കസ്റ്റമർക്ക് ഇത് ട്രൂ ആണെങ്കിൽ അഗെയിൻ എക്സസ് ഡിനൈഡ് എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കേണ്ടത്. ഓക്കെ, ദെൻ കോളൻ എക്സസ് ഗ്രാൻഡഡ്. ഓക്കെ, എക്സസ് ഗ്രാൻഡഡ്. അപ്പൊ ഇതിന്റെ വർക്കിംഗ് ഇപ്പൊ എങ്ങനെ ആയിരിക്കും എന്ന് ആലോചിക്കുക. ആദ്യമേ ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇത്, ഫോൾസ് ആണെങ്കിൽ ഇത്, ഇങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതേ തന്നെ ഇപ്പം ഇത് ട്രൂ ആണെങ്കിൽ ഇത്, കോളൻ ഫോൾസ് ആണെങ്കിൽ ഇത്. ഇനി സെക്കൻഡ് കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കി, സെക്കൻഡ് കണ്ടീഷൻ ട്രൂ ആണോ നോക്കി, സെക്കൻഡ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇത്, സെക്കൻഡ് കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ. ഇങ്ങനെയായിരിക്കും നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യുന്നത്? മാറ്റി എഴുതേണ്ടത്. സിമിലർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. സ്മോൾ ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് പലരും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ഒറ്റയടിക്ക് സിമിലർ ഒരു ക്വസ്റ്റ്യൻ വരാനൊക്കെ സാധ്യതയുണ്ട്, ഒന്ന് നോക്കിയേക്കാം. ഓക്കെ, ദെൻ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഒക്കെ വളരെ എളുപ്പമാണ്. നമുക്ക് ഇതെന്താണ്? ഐഡന്റിഫയേഴ്സ് ഏതൊക്കെയാണ്, അപ്പൊ ഐഡന്റിഫയർ അല്ലാത്ത വേർഡ്സ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക. അതിന്റെ റീസൺ ഇത്. ഓക്കെ, ഐഡന്റിഫയർ അല്ലാത്ത ഇത് സ്റ്റാർട്ട് ചെയ്തേക്കുന്ന 9-ലാണ്. അപ്പം ലെറ്റർ നമ്പറിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ സ്പേസ് ഉണ്ട്, സ്പേസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഐഡന്റിഫയർ ആക്കി എടുക്കത്തില്ല. ഇത് ഓക്കെയാണ്, ഇത് കറക്റ്റ് ആണ്. സ്റ്റാർട്ട് ചെയ്തേക്കുന്ന ലെറ്ററിലാണ്, ബട്ട് പിന്നെ നമ്പർ യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഇത് അണ്ടർസ്കോറിൽ സ്റ്റാർട്ട് ചെയ്തേക്കുന്ന കുഴപ്പമില്ല. അദറേജ് സിമ്പിൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ക്രോസ് സിമ്പിൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ സ്പേസ് ഉണ്ട്, ഇവിടെ സ്റ്റാർട്ടിംഗ് ലെറ്റർ 9 ആണ്. ഓക്കെ ആണല്ലോ.